നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടി പൂത്തുമ്പി കലോത്സവം നടന്നു. പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ് അങ്കണവാടി പൂത്തുമ്പി കലോത്സവം. അമേരിക്കൻ പിന്തുണയോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ നടത്തുന്ന നരഹത്യകൾക്കെതിരെ സാമ്രാജ്യത്വ വിരുദ്ധ ദിനത്തിൽ CPIM പ്രതിഷേധം. CPIM ചേർപ്പ് ഏരിയ കമ്മിറ്റിയാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. ആറാട്ടുപുഴ ശ്രീശാസ്ത ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന് ഈ മാസം 22-ന് തുടക്കമാകും. രാവിലെ 4 മണിക്ക് ശാസ്താവിന് 108 കരിക്കഭിഷേകം സമർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടി പൂത്തുമ്പി കലോത്സവം നടന്നു. പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ് അങ്കണവാടി പൂത്തുമ്പി കലോത്സവം. പഞ്ചായത്ത് ഭോജനശാലയിൽ നടന്ന കലോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് നിർവഹിച്ചു. എല്ലാ വർഷവും നമ്മുടെ കുട്ടികളുടെ പരിപാടി ഇതുപോലെ വർണ്ണശബളമായിട്ട് തന്നെ നടത്തി പോകുന്നതിന് ഈ വരുന്ന ഭരണസമിതി നല്ല രീതിയിൽ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ പ്രതീക്ഷിക്കുകയാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ചാക്കേരി അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യ രമേശ്, വാർഡ് മെമ്പർമാരായ PS വനജ, ജയപ്രതാപൻ, ശ്രുതി ശ്രീശങ്കർ, അമ്പിളി അജിത്ത്, സുനിത ജിനു, പ്രജിത്ത്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ റെജി, ദീപക് എന്നിവർ പങ്കെടുത്തു. അമേരിക്കൻ പിന്തുണയോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ നടത്തുന്ന നരഹത്യകൾക്കെതിരെ സാമ്രാജ്യത്വ വിരുദ്ധ ദിനത്തിൽ CPIM പ്രതിഷേധം. CPIM ചേർപ്പ് ഏരിയ കമ്മിറ്റിയാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. അത് കുറച്ചുകൂടി കഴിഞ്ഞൊരു 10-30 കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം വന്നപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലറും മുസോളിനിയും അടങ്ങുന്ന ആളുകൾ നയിച്ച ചേരിയെ പരാജയപ്പെടുത്തുവാനുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ ഒരു ചേരിയുണ്ടായി. എന്നാൽ ജനാധിപത്യ രാജ്യങ്ങളുടെ ചേരി അവര് പറഞ്ഞ പോലെ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ജനാധിപത്യ ചേരി എന്ന് പറഞ്ഞ് ഹിറ്റ്ലറുടെയും മുസോളിനിയെയും തകർക്കാൻ എന്ന വ്യാജേനെ പോണ വഴി സ്റ്റാലിനെയും കൂടി തകർക്കാൻ തീരുമാനിച്ചു. ആ സ്റ്റാലിനെ തകർക്കാൻ വേണ്ടി തീരുമാനിക്കാൻ മാത്രമല്ല അമേരിക്കയും ബ്രിട്ടനും അടങ്ങുന്ന രാജ്യങ്ങൾ, ജർമ്മനി അടങ്ങുന്ന രാജ്യങ്ങൾ, ഇറ്റലി അടങ്ങുന്ന രാജ്യങ്ങൾ അന്ന് രണ്ടുപേരും കൂടി ചേർന്ന് ഒരാൾ അറിയാതെ മറ്റൊരാൾ അറിഞ്ഞു സ്റ്റാലിനെ തകർക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സോവിയറ്റ് യൂണിയനെ ലെനിൻഗ്രാഡിനെ വളയുന്ന ഒരു കാലമുണ്ടായി. അപ്പൊ ലെനിൻഗ്രാഡിനെ വളഞ്ഞപ്പോഴാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരെ പലപ്പോഴും ഓർക്കാതെ പോകുന്നത് രാത്രി വൈകി ഉറങ്ങുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു സ്റ്റാലിൻ.
അദ്ദേഹം വളരെ വൈകിയേ ഓർമ്മയുള്ളൂ. ഒരുപാട് പുസ്തകം വായിക്കും, ചില പുസ്തകം എഴുതിയിട്ടുണ്ട്. കേരളത്തിൽ നമ്മൾ പ്രചരിക്കുന്ന വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിന്റെ ഏറ്റവും നല്ല മനോഹരമായ മലയാളത്തിൽ കിട്ടുന്ന വൈരുദ്ധ്യാത്മിക ഭൗതികവാദം അത് എഴുതിയതും ഈ സ്റ്റാലിനാണ്. പലപ്പോഴും സ്റ്റാലിനെ കൊല്ലുന്നതിന്റെയും കൊലയുടെയും ഭാഗമായിട്ടാണ് പലരും പ്രചരിപ്പിക്കുന്നത്. CPM ജില്ലാ കമ്മിറ്റി അംഗം ടി ശശിധരൻ പ്രകടനവും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്തു. ചെയർപേരിയ സെക്രട്ടറി AS ദിനകരൻ അധ്യക്ഷനായി. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വൂഗീസ്, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK അനിൽ, P ചന്ദ്രൻ, സെബി ജോസഫ്, KS മോഹൻദാസ്, VG വനജകുമാരി, TR മീര എന്നിവർ സംസാരിച്ചു. ആറാട്ടുപുഴ ശ്രീശാസ്ത ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന് ഈ മാസം 22-ന് തുടക്കമാകും. രാവിലെ 4 മണിക്ക് ശാസ്താവിന് 108 കരുക്കഭിഷേകം സമർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. രാവിലെ 8 മണിക്ക് ക്ഷേത്ര നടപ്പുരയിൽ നടക്കുന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ നവരാത്രി ആഘോഷം ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്രം തന്ത്രി KPC വിഷ്ണു ഭട്ടതിരിപ്പാട്, പെരുവനം കുട്ടന്മാരാർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ അഡ്വക്കേറ്റ് KP അജയൻ, KM സുരേഷ് ബാബു, ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ, സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ K സുനിൽ കർത്ത, പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് AA കുമാരൻ, പെരുവനം സതീശൻ മാരാർ, തിരുവഞ്ചിക്കുളം ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ U അനിൽകുമാർ, ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. വൈകിട്ട് 6:30 കലാമണ്ഡലം ചാക്യാർ കൂത്ത് അവതരിപ്പിക്കും. രാത്രി 8:30 തൃശൂർ സദ്ഗമയെ അവതരിപ്പിക്കുന്ന നാടകമായ സൈറൺ അരങ്ങേറും. 23 രാത്രി 8:30 അമ്പലപ്പുഴ സാരഥി അവതരിപ്പിക്കുന്ന നാടകം നവജാത ശിശു വയസ്സ് 84 അരങ്ങേറും. 24 വൈകിട്ട് 6:30 ഗുരുവായൂർ ദേവസ്വം അവതരിപ്പിക്കുന്ന കൃഷ്ണനാട്ടം നടക്കും. 25 രാത്രി 8:30 വള്ളുവനാട് നാദം കമ്മ്യൂണിക്കേഷൻസ് കാഴ്ചബംഗ്ലാവ് എന്ന നാടകം അവതരിപ്പിക്കും. 26 രാത്രി 8:30 കോഴിക്കോട് നാടകസഭ അവതരിപ്പിക്കുന്ന നാടകം പച്ചമാങ്ങ അരങ്ങേറും. 27 രാത്രി 8:30 തിരുവനന്തപുരം നടനസഭയുടെ നാടകം വിക്ടറി ആർട്സ് ക്ലബ്ബ് അരങ്ങേറും. 28 വൈകിട്ട് 6:30 മുതൽ ഭരതനാട്യം, സെമി ക്ലാസിക്കൽ ഡാൻസ്, മോഹിനിയാട്ടം, നൃത്തനൃത്യങ്ങൾ എന്നിവ നടക്കും. 29 വൈകിട്ട് 6:00 പൂജവെപ്പും തുടർന്ന് 6:30 മുതൽ നൃത്തനൃത്യങ്ങളും ഭജൻസും ഉണ്ടാകും. 30 വൈകിട്ട് 6:30 മുതൽ നൃത്താർച്ചന, ഭരതനാട്യം, മോഹിനിയാട്ടം, നാടോടി നൃത്തം, നൃത്തനൃത്യങ്ങൾ എന്നിവയുണ്ടാകും. ഒക്ടോബർ 1 രാവിലെ 7 മണിക്ക് സംഗീതാർച്ചനയും 9 മുതൽ തിരുവാതിരക്കളിയും നടക്കും. വൈകിട്ട് 6:30 സെമി ക്ലാസിക്കൽ ഡാൻസ്, നൃത്തനൃത്യങ്ങൾ എന്നിവ അരങ്ങേറും. ഒക്ടോബർ 2 രാവിലെ 6 എഴുത്തിനിരുത്തൽ, 6:30 സമൂഹ അക്ഷരപൂജ, 7 മണിക്ക് സംഗീതാർച്ചന, വൈകിട്ട് 6:30 പഞ്ചാരിമേളം, അരങ്ങേറ്റം എന്നിവ നടക്കും. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ഈ മാസം 22 മുതൽ ഒക്ടോബർ 2 വരെ ശ്രീലകത്ത് നെയ്വിളക്ക്, ചന്ദനം ചാർത്ത്, നിറമാല, 2 നേരവും ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടാകും. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റും സ്വാതന്ത്ര്യ സമര സേനാനി VR കൃഷ്ണൻ എഴുത്തച്ഛന്റെ മകനുമായ VK ജയഗോവിന്ദൻ അനുസ്മരണം നടത്തി. BJP അവണിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. ജയേട്ടന്റെ VR കൃഷ്ണൻ എഴുത്തച്ഛന്റെ മകന്റെ ജയഗോവിന്ദന്റെ മരണത്തോടനുബന്ധിച്ച് നടക്കുന്ന അനുശോചന യോഗത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPM ഒക്കെ പങ്കെടുക്കുമ്പോൾ വിട്ടുനിൽക്കാനുള്ള തീരുമാനമെടുത്ത അദ്ദേഹം മുൻപ് പ്രവർത്തിച്ചിരുന്ന പ്രസ്ഥാനം ആ തീരുമാനമെടുത്തത് അദ്ദേഹത്തിന്റെ കുടുംബം ദാനമായി നൽകിയ ഭൂമിയിലുള്ള ഓഫീസിലിരുന്നാണ് എന്നുള്ളതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തമാശ. ആ ഓഫീസ് റൂം പൂട്ടി താക്കോൽ അവരുടെ വീട്ടിലേൽപ്പിച്ച് അന്തസ്സോടെയാണ് ആ പ്രസ്ഥാനം ഇതിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടിയിരുന്നത് എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. എന്തായാലും ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് രാഷ്ട്രീയമായി ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് മോഹനേട്ടൻ വളരെ വ്യക്തമായി പറഞ്ഞു. മോഹനേട്ടൻ പറഞ്ഞു, രാഷ്ട്രീയം പരത്തി പറഞ്ഞാൽ ജയേട്ടന്റെ ആത്മാവിന് വേദനയാവുമെന്ന്. ഭാരതീയ ജനതാ പാർട്ടിയുമായി CPM-ന് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോഴും മരണത്തിൽ ഒരു മനുഷ്യനോട് താതാത്മ്യപ്പെടാൻ, അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരാൻ. ആനക്കല്ല് സെന്ററിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ അധ്യക്ഷനായി. BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി, BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബബീഷ്, CPI പ്രതിനിധി പ്രതീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം KA പ്രദീപ്, CPM മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TV മോഹനൻ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഗ്രാമോദ്ധരണം സ്കൂളിന്റെ വാർഷിക പൊതുയോഗവും മാതൃസംഗമവും നടന്നു. കഴിഞ്ഞ അധ്യയന വർഷം ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി ഉദ്ഘാടനം ചെയ്തു. ഒരു ചെറിയ ദുഷ്ട കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ
കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കണ്ട് വിഷമിക്കാതെ ആ കുട്ടികൾ അതിന് അകപ്പെടാതിരിക്കാൻ എങ്ങനെയാണ് സ്കൂളുമായിട്ടുള്ള ബന്ധം, അവിടുത്തെ അധ്യാപകരുമായിട്ടുള്ള ബന്ധം പുലർത്താൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് നോക്കണ്ടേ? ഒരുപക്ഷെ വീട്ടിൽ കുട്ടികൾ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം നമ്മുടെ അധ്യാപകരുടെ അടുത്താണ് കുട്ടികൾ ചെലവഴിക്കുന്നത്. അപ്പോൾ കാലത്ത് വന്ന കുട്ടിയിലുള്ള ഇതിനേക്കാൾ വ്യത്യസ്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഉച്ചതിരിഞ്ഞ കുട്ടികളിൽ കാണുമ്പോൾ അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയാറുണ്ട് അധ്യാപകർക്കാണല്ലോ. അങ്ങനെ നമ്മുടെ കുട്ടികളുടെ അധ്യാപകരുമായിട്ട് നല്ല ബന്ധം പുലർത്താനായിട്ട് രക്ഷിതാക്കൾക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അല്ലാതെ എല്ലാ ജീവിത തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് സമയമുണ്ടാകുമ്പോൾ PTA വിളിക്കുമ്പോൾ വരാമെന്നോ അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം തിരക്കാമെന്നോ വിചാരിക്കാൻ പാടില്ല. പ്രസിഡന്റ് MS അലക്സി അധ്യക്ഷത വഹിച്ചു. ഈ 5 വർഷത്തിനുള്ളിൽ ഒരു കുടുംബം എങ്ങനെ നോക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ഇഷ്ടത്തോടുകൂടി സ്നേഹത്തോടു കൂടിയിട്ട് ഈ സ്കൂളിന്റെ സമഗ്രമായ വികസനത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് വയ്ക്കുകയാണെങ്കിൽ ഫുൾ A+ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്ന കഴിഞ്ഞാൽ അത് കൊടുക്കാവുന്ന നല്ലൊരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് നമ്മളുടെ VG പഞ്ചകുമാരി എന്ന് പോലും ചെയ്യുന്നത്. ചിലപ്പോൾ ചീത്ത പറയാം. കഴിഞ്ഞ അധ്യയന വർഷത്തിലെ പ്രവർത്തന റിപ്പോർട്ട് വരവ് ചെലവ് പൊതുയോഗം അംഗീകരിച്ചു. പ്രിൻസിപ്പൽ പ്രീതി വർഗീസ്, SMC ചെയർമാൻ PA ഷമീർ, MP, SMC ചെയർമാൻ PA ഷമീർ, MPTA പ്രസിഡന്റ് രേഖ, OAC പ്രസിഡന്റ് ഷംനാസ് ഇബ്രാഹിം, VHSE പ്രിൻസിപ്പൽ മനു, പ്രധാന അധ്യാപിക ജില്ലി ജോസ്, സ്റ്റാഫ് സെക്രട്ടറി ഹേമ, സീനിയർ അധ്യാപിക KB ശ്രീലേഖ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ 17 വർഷം PTA അംഗമായി പ്രവർത്തിച്ച VH ഹുസൈന സ്കൂളിന്റെ അനുമോദനവും പ്രശസ്തി പത്രവും സമ്മാനിച്ചു. 2025-26 വർഷത്തെ പുതിയ PTA കമ്മിറ്റി നിലവിൽ വന്നു. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരും. ഹൈക്കോടതിയുടേതാണ് ഉത്തരവ്. പാലിയേക്കര ടോൾ വിലക്കുമായി ബന്ധപ്പെട്ട തൃശൂർ ജില്ലാ കലക്ടറുടെ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. പ്രദേശത്തെ ഗതാഗത പ്രശ്നം, റോഡിന്റെ ശോചനീയാവസ്ഥ, നിർമ്മാണ പ്രവൃത്തികളുടെ പുരോഗതി എന്നിവയെ സംബന്ധിച്ചുള്ളതാണ് കലക്ടറുടെ റിപ്പോർട്ട്. ഇത് സംബന്ധിച്ചുള്ള ഹർജി ഹൈക്കോടതി വ്യാഴാഴ്ചയാണ് പരിഗണിക്കുക. അതുവരെ ടോൾ വിലക്ക് സംബന്ധിച്ച ഉത്തരവ് തുടരുമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. പുള്ള മലക്കുടി പാടത്ത് വൃദ്ധനെ വെള്ളത്തിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ പൂത്തോൾ മാടമ്പി ലൈൻ സ്വദേശി തടത്തിൽ വീട്ടിൽ ഷാജിയാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. പുല്ല് പാലത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് അന്തിക്കാട് പടവിന് സമീപത്തെ KLDC കനാലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ബണ്ടിനോട് ചേർന്നാണ് മൃതദേഹം കിടന്നിരുന്നത്. മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്നാണ് മരിച്ചയാളെ തിരിച്ചറിയാനായത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് നാട്ടികയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വരദരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ കിൻഡർ ഗാർട്ടൻ വിഭാഗം കളേഴ്സ് ഡേ ആഘോഷിച്ചു. ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചും കളിപ്പാട്ടങ്ങൾ നിരത്തിയും പഴവർഗ്ഗങ്ങൾ ചേർത്തുവെച്ചുമാണ് നിറങ്ങളുടെ ആഘോഷം ഒരുക്കിയത്. കുട്ടികൾ പരസ്പരം സന്തോഷം പങ്കുവച്ചാണ് ആഘോഷത്തിൽ പങ്കെടുത്തത്. ചുവപ്പ് നിറത്തിന്റെ മാസ്മരികതയിൽ പാട്ടുപാടിയും ഓടിക്കളിച്ചും കഥകൾ പറഞ്ഞും നിറത്തിന്റെ വേറിട്ടൊരു ലോകം വിദ്യാലയത്തിന് സമ്മാനിക്കാൻ കുട്ടികൾക്കായി. പ്രിൻസിപ്പൽ ഡോക്ടർ K രമാദേവി കളേഴ്സ് ഡേ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ സഞ്ജയ് K നായർ അധ്യക്ഷത വഹിച്ചു. വിദ്യാലയത്തിലെ മോണ്ടിസോറി അധ്യാപക വിദ്യാർത്ഥികൾക്കൊപ്പം പ്രോഗ്രാം കോർഡിനേറ്റർ MS രമ്യ, അധ്യാപകരായ AR ഋഷ, അമിത പ്രതാപ് എന്നിവർ സംസാരിച്ചു. സ്കൂട്ടറിന് സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ആക്രമണം. സ്റ്റേഷൻ റൌഡിയും കൂട്ടാളിയും റിമാൻഡിൽ. കേസിലെ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട നിയമവുമായി പൊരുത്തപ്പെടാത്ത 3 കുട്ടികൾക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കും. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടെ കോണത്തുകുന്നിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കോണത്തുകുന്ന് ജനതാ കോർണർ സ്വദേശി ആലുക്കത്തറ വീട്ടിൽ പ്രകാശൻ എന്നയാളുടെ ചേട്ടന്റെ മകൻ ഷാൻ കാറിൽ വരികയായിരുന്നു. കാർ പ്രകാശിന്റെ വീട്ടിലേക്ക് കയറ്റിയിടാൻ ശ്രമിക്കുന്ന സമയത്ത് പ്രതികൾ വന്നിരുന്ന സ്കൂട്ടറിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് ഷാനുമായി തർക്കമുണ്ടായി. ഇതിനിടെ പ്രതികൾ ഹെൽമെറ്റ് എടുത്ത് കാറിലേക്ക് എറിഞ്ഞിരുന്നു. ഷാൻ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ പ്രകാശിനെയും ഷാനിനെയും പ്രകാശിന്റെ ബന്ധുവായ ലോഹിതാക്ഷൻ എന്നയാളെയും പ്രതികൾ അസഭ്യം പറയുകയും തീർത്തു കളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തർക്കത്തിനിടെ പ്രകാശിന്റെ കഴുത്തിന് നേരെ പ്രതികൾ കത്തി വീശുകയും ചെയ്തു. തുടർന്ന് പ്രതികൾ വിളിച്ചു വരുത്തിയ 3 കുട്ടികൾ സ്ഥലത്തേക്കെത്തി കമ്പി പോലുള്ള ആയുധം ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുകയും ഭീഷണിപ്പെടുത്തി സ്ഥലത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് പ്രകാശിന്റെ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. കേസിലെ പ്രതികളായ പഴുവിൽ ചിറക്കൽ സ്വദേശി പരേക്കാട്ടിൽ വീട്ടിൽ വിഷ്ണു എന്ന് വിളിക്കുന്ന വിഷ്ണു പ്രസാദ്, മാള പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിലുള്ള പുത്തൻചിറ പുളിയിലക്കുന്ന് സ്വദേശി നെടുമ്പുരക്കൽ വീട്ടിൽ മുഹമ്മദ് ഷാഫി എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ഈ കേസിൽ ഉൾപ്പെട്ട പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികളെ വീട്ടുകാർക്കൊപ്പം വിട്ടയച്ചു.
ഇവർക്കെതിരെ ജുവൈനൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കും. സ്ഥലത്ത് സംഘർഷാവസ്ഥ കണ്ട് നാട്ടുകാരിൽ ആരോ അടിയന്തര പ്രതികരണ സംവിധാനത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറായ 112 വിളിച്ച് വിവരം അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് ഉടൻ തന്നെ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ ഒരു SIയും ഒരു CPOയും സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ പ്രതികളെയും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയും നിയന്ത്രിക്കാനാകാത്തതിനാൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയാണ് ഇവരെ സ്ഥലത്തുനിന്ന് മാറ്റി ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെത്തിച്ചത്. തുടർന്ന് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട 3 പേർ പ്രായപൂർത്തിയാകാത്തവരാണെന്ന് മനസ്സിലാക്കി മാതാപിതാക്കളെ വിളിച്ചു വരുത്തി അവർക്കൊപ്പം അയക്കുകയായിരുന്നു. അറസ്റ്റിലായ പ്രതികളിൽ വിഷ്ണു പ്രസാദ് പുതുക്കാട്, തൃശൂർ ഈസ്റ്റ്, തൃശൂർ വെസ്റ്റ്, തൃശൂർ മെഡിക്കൽ കോളേജ്, പാലക്കാട്, കോങ്ങാട്, ഇടുക്കി, നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ പരിധികളിലെ ഒരു വധശ്രമ കേസിലും മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 3 കേസുകളിലും 2 അടിപിടി കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ച 3 കേസുകളിലും ലഹരിക്ക് അടിമപ്പെട്ട പൊതുജനങ്ങളെ ശല്യം ചെയ്ത ഒരു കേസിലും ഉൾപ്പെടെ 10 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. മറ്റൊരു പ്രതിയായ മുഹമ്മദ് ഷാഫി കൊടുങ്ങല്ലൂർ മാള പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 3 അടിപിടി കേസുകളിലെയും പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ SHO KJ ജിനേഷ്, SIമാരായ AJ സോജൻ, MR കൃഷ്ണപ്രസാദ്, PR ദിനേഷ് കുമാർ, KM നാസർ, ഗ്രേഡ് SI സതീശൻ, മുഹമ്മദ് റാഷി, ഗ്രേഡ് ASI ഷാബു, ഗോപകുമാർ, ഗ്രേഡ് സീനിയർ CPമാരായ അർജുൻ, കമൽ കൃഷ്ണ, സുജിത്ത് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 10,260 രൂപ, പവന് 82,080 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടി പൂത്തുമ്പി കലോത്സവം നടന്നു. പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ് അങ്കണവാടി പൂത്തുമ്പി കലോത്സവം. അമേരിക്കൻ പിന്തുണയോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ നടത്തുന്ന നരഹത്യകൾക്കെതിരെ സാമ്രാജ്യത്വ വിരുദ്ധ ദിനത്തിൽ CPIM പ്രതിഷേധം. CPIM ചേർപ്പ് ഏരിയ കമ്മിറ്റിയാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. ആറാട്ടുപുഴ ശ്രീശാസ്ത ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിന് ഈ മാസം 22-ന് തുടക്കമാകും. രാവിലെ 4 മണിക്ക് ശാസ്താവിന് 108 കരിക്കഭിഷേകം സമർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.